ഹായ്. അങ്ങനെ 2 വർഷത്തെ അതിഗംഭീര സ്വീഡൻ ജീവിതത്തിന് ശേഷം സ്വീഡൻ ജീവിതത്തിൻ്റെ ഒരു റിവ്യൂമായി വന്നിരിക്കുകയാണ്. സ്വീഡനിൽ ജീവിച്ച അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സ്വീഡൻ ജീവിതത്തിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് സംസാരിക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു കാര്യം വിട്ടുപോയി, ഞാൻ പറയാൻ പോകുന്ന നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ആണ്. അപ്പോൾ അത് മനസ്സിലിട്ടുകൊണ്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ ലോകം വരട്ടെ. ആദ്യം സ്വീഡൻ്റെ നെഗറ്റീവ്സ്. നമ്പർ 1, സ്വീഡിഷ് ലാംഗ്വേജ്. ഇത് സ്വീഡൻ്റെ ഒരു നെഗറ്റീവ് അല്ല, നമുക്ക് സ്വീഡിഷ് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് നമുക്ക് ഇത് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. സ്വീഡനിൽ നമുക്ക് ജോലി കിട്ടാനും ബാക്കി പല കാര്യങ്ങൾക്കും സ്വീഡിഷ് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്വീഡനിൽ ജീവിക്കുമ്പോൾ സ്വീഡിഷ് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ അത് നമുക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷേ സ്വീഡനിൽ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് സൈഡുണ്ട്. അത് ഞാൻ പോസിറ്റീവ് സെക്ഷനിൽ പറയുന്നതാണ്. നമ്പർ 2, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇവിടെ സ്വീഡനിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കമ്പാരറ്റീവ്ലി വളരെ കുറവാണ്. പ്രത്യേകിച്ചും അൺസ്കിൽഡ് മേഖലയിലൊക്കെ ജോലി കിട്ടാൻ നല്ല പ്രയാസമാണ്. ഇവിടെ കൂടുതലും ഇന്ത്യക്കാർക്കൊക്കെ ജോലി കിട്ടുന്നത് IT ഫീൽഡിലാണ്. അതുതന്നെ നാട്ടിൽ നല്ല കമ്പനിയിൽ IT ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ജോലി കിട്ടിയേക്കാം. ബാക്കിയുള്ളവർക്ക് സ്വീഡിഷ് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ ഒക്കെ ജോലി കിട്ടാൻ നല്ല പ്രയാസമാണ്. സ്വീഡനിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ കൂടുതലും ചെയ്യുന്ന ജോലി ഡെലിവറി ജോലികളാണ്. ബാക്കിയുള്ള ജോലികളൊക്കെ ഇവിടെ നേടിയെടുക്കുക എന്ന് പറയുന്നത് നല്ല ഹാർഡായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്പർ 3, ക്ലൈമറ്റ്. സ്വീഡനിലെ ക്ലൈമറ്റ് നല്ല ഹാർഡ് ക്ലൈമറ്റാണ്. ഇവിടെ 6 മാസക്കാലത്തോളം ഏകദേശം വിൻ്റർ തന്നെയാണ്. അപ്പോൾ വിൻ്ററിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് മഞ്ഞ് വീഴുന്നതൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര രസമായിട്ടൊക്കെ ആദ്യം ഫീൽ ചെയ്തേക്കാം. പക്ഷേ അത് കുറേ കാലം നമ്മൾ അനുഭവിക്കുമ്പോൾ അതൊരു ഹാർഡ് ഫീലിംഗ് ആയിട്ട് തന്നെ നമുക്ക് തോന്നാം. മാത്രമല്ല സ്വീഡനിൽ ഈ വിൻ്റർ കാലത്ത് സണ്ണിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ സണ്ണില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഡാർക്ക് കൺട്രി എന്ന രീതിയിൽ തന്നെയാണ് സ്വീഡൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 6 മാസത്തെ കാലത്തോളം നമുക്കിങ്ങനെ ഡാർക്ക് കണ്ടു കഴിഞ്ഞാൽ, സൂര്യൻ ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ മാനസിക പിരിമുറുക്കം, പിന്നെ ടെൻഷൻ, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ ആ ഒരു സമയത്ത്, വിൻ്റർ സമയത്ത് നമുക്ക് കുറച്ച് ഹാർഡായിട്ട് തന്നെ ഫീൽ ചെയ്യും. പിന്നെ മാത്രമല്ല നല്ല തണുപ്പായിരിക്കും. അത് നിങ്ങൾ സ്വീഡനിൽ ഏത് മേഖലയിൽ നിൽക്കുന്നു എന്നുപോലെ ഇരിക്കും തണുപ്പൊക്കെ. ഇപ്പോൾ ഗോതൻബർഗിലൊക്കെ ആണെങ്കിൽ -25 ആ ഒരു രീതിയിലൊക്കെ ടെമ്പറേച്ചർ വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്തേക്കാം. അതുപോലെ ഈ ഒരു വിൻ്റർ ടൈമിൽ നല്ല തണുപ്പായത് കൊണ്ട് തന്നെ ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്നത് വളരെ കുറവായിരിക്കും. മാത്രമല്ല സ്വീഡനിൽ പോപ്പുലേഷൻ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതും ആൾക്കാരെ കാണുന്നതും ഒക്കെ വളരെ കുറവായിരിക്കാം. സിറ്റിക്കകത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ആൾക്കാരൊക്കെ കാണും, പുറത്താണെങ്കിൽ വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലും നമുക്ക് ഹാർഡായിട്ട് ഫീൽ ചെയ്തേക്കാം. 4ാമത്തെ കാര്യം ഉയർന്ന ടാക്സ് ആണ്. സ്വീഡൻ ഉയർന്ന ടാക്സ് വാങ്ങുന്ന ഒരു രാജ്യമാണ്. പക്ഷേ നമുക്ക് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് തരും. അപ്പോൾ ടാക്സ് ഇത്രയും കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് സ്വീഡനിൽ വന്നു കഴിഞ്ഞാൽ ടാക്സ് ഒരു നെഗറ്റീവായി ഫീൽ ചെയ്തേക്കാം. 5ാമത്തെ കാര്യം സാലറി കുറവാണ് എന്നതാണ്. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ജർമ്മനി, UK ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്വീഡനിൽ സാലറി കമ്പാരിറ്റീവ്ലി കുറവാണ്. സ്വീഡൻ്റെ ഒരു പോളിസി തന്നെ എല്ലാവർക്കും ഒരേ ജീവിത നിലവാരം നൽകുക എന്നതാണ്. അതുകൊണ്ട് തന്നെ വിവിധ പൊസിഷനിലുള്ളവർ തമ്മിൽ വലിയ സാലറി ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല സാലറി കൂടുന്തോറും ടാക്സ് അടക്കേണ്ടതും കൂടിക്കൂടി വരും. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാവർക്കും ഒരേ സാലറി തന്നെയായിരിക്കും. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു രീതി എന്ന് പറയുന്നത് നന്നായിട്ട് ജീവിക്കുക എന്നതാണ്. അങ്ങനെ ഭയങ്കര സേവിങ് ഉണ്ടാക്കാൻ പറ്റിയൊരു രാജ്യമല്ല സ്വീഡൻ. നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ചുള്ള സാലറിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 6ാമത്തെ പോയിൻറ്റ്, കേരള ഫുഡ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കേരള ഫുഡ് മിസ് ചെയ്യും. കാരണം ഇവിടെ മലയാളീസ് ഉണ്ടെങ്കിലും ഒരുപാട് ആൾക്കാരില്ലാത്തത് കൊണ്ട് തന്നെ പക്ക കേരള ഫുഡ് നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റുകളിൽ ലഭിക്കില്ല. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ UK ഗൾഫിലാണെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിലെ പക്ക സാധനം നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റും. അപ്പോൾ സ്വീഡനിൽ വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ പലഹാരങ്ങളോ പക്ക കേരള ഫുഡോ നമുക്ക് ഇവിടെ കഴിക്കാൻ കഴിയില്ല. സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് അവിടെ മിക്കപ്പോഴും കിട്ടുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേരള ഫുഡ് എന്തായാലും മിസ് ചെയ്യും. 7ാമത്തെ കാര്യം, ബാച്ചിലേഴ്സിന് സ്വീഡനിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതം ബോറടിച്ചേക്കാം. അങ്ങനെ കുറേ പേര് എന്നോട് സംസാരിച്ചിട്ടുമുണ്ട്. കാരണം സ്വീഡനിൽ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഇവരുടെ ഒരു കൾച്ചർ വെച്ചിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുക എന്ന് പറയുന്നത് സ്വീഡനിൽ വളരെ വളരെ ഹാർഡാണ്. സ്വീഡിഷുകാർ തമ്മിൽ തന്നെ
ഫ്രണ്ട്ഷിപ്പ് ആവുന്നതൊക്കെ വളരെ ഹാർഡാണ്. അപ്പോൾ നമ്മുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അത് ഇവരുടെ ഒരു കൾച്ചറാണ്. പോപ്പുലേഷൻ കുറവാണ്, കാലാവസ്ഥ പിന്നെ സ്ഥലം വളരെ കൂടുതലാണ്. അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനൊരു ജീവിത കൾച്ചർ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടാണെങ്കിൽ നമുക്ക് കുറേ എൻജോയ് ചെയ്യാനുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സ്വീഡൻ ഫാമിലിക്ക് പറ്റിയ ഒരു രാജ്യമാണ്. ഇവിടുത്തെ പാർക്കാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളാണെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും ഫാമിലിക്ക് അനുയോജ്യമായ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാലും കൂടുതലും ഫാമിലീസ് കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ കാണുക. അപ്പോൾ ബാച്ചിലേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ വളരെ വളരെ ഒരു എന്താ പറയുക ബോറിംഗ് ആയി തോന്നും. മാത്രമല്ല നമ്മളിങ്ങനെ ഒരു പാറിപ്പറക്കേണ്ട ഒരു പ്രായത്തിൽ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, ആ ഒരു രീതിയിലല്ല സ്വീഡൻ്റെ ലൈഫ്. സ്വീഡൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ശാന്തമായ സമാധാനപരമായ ഒരു ജീവിതമാണ് ഇവരുടെ ഒരു കൾച്ചർ. അപ്പോൾ അത് ഫാമിലി ലൈഫിൽ നമുക്ക് അത് ഓക്കെ ആയിരിക്കും. ബാച്ചിലേഴ്സ് ലൈഫിൽ നമുക്കത് കുറച്ച് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. 8ാമത്തെ പോയിന്റ് കുടിയേറ്റം കാരണമുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ യൂറോപ്പിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും കുടിയേറ്റം കാരണം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സ്വീഡനിലും ചില സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. സ്വീഡൻ പൊതുവെ സമാധാനപരമായി ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ്. പക്ഷേ ഇപ്പോൾ കുറേ പേര് കുടിയേറി വന്നിട്ട് ഇവിടെയും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സ്വീഡനിലെ ആൾക്കാർക്ക് കുടിയേറ്റക്കാരോട് വിരോധവും വെറുപ്പും ഒക്കെ ചെറിയ രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങൾ ചില കോണുകളിൽ, ചില സ്വീഡൻ്റെ കോണുകളിൽ നടക്കുന്നുമുണ്ട്, എല്ലാ സ്ഥലങ്ങളിലുമില്ല. അങ്ങനെ കുടിയേറ്റക്കാർ വന്നിട്ട് പ്രശ്നമാക്കുന്ന ചില ഏരിയകളൊക്കെ ഉണ്ട്. ആ ഏരിയകളിൽ ആൾക്കാർ ജീവിക്കാനും കുറച്ച് മടിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വളരെ വലിയ രീതിയിലില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെയും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരുന്നവരോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കൾച്ചർ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുക, ഇവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കുക, ജീവിതം ആസ്വദിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ആകാതിരിക്കുക. 9ാമത്തെ കാര്യം എക്സ്പെൻസ് ആണ്. സ്വീഡൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യമാണ്. ഇവിടുത്തെ സാധനങ്ങൾക്കാണെങ്കിലും റെൻ്റ് ആണെങ്കിലും എല്ലാം എക്സ്പെൻസീവ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലെ പൈസയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് 4 ഇരട്ടി 5 ഇരട്ടി പൈസ കൊടുത്തിട്ടാണ്. അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ ജീവിതം. പക്ഷേ ഇത്രയും എക്സ്പെൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫാണ് ഇവിടെ ലഭിക്കുന്നത്. അടുത്ത പോയിന്റ്, സ്വീഡനിൽ എൻ്റർടൈൻമെൻറ്റ് നമ്മൾ സ്വയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലൈഫ് വളരെ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു സിറ്റിയിൽ പോയി നിന്നാൽ തന്നെ നമുക്ക് എൻഗേജ്ഡ് ആവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളെ തേടി വന്നോളും. നമ്മളെ നാട്ടിലാണെങ്കിലും ഒരുപാട് പ്രോഗ്രാം, പരിപാടികൾ, പാർട്ടി, ക്ലബ്ബ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്നോളും. പക്ഷേ സ്വീഡനിൽ അങ്ങനെയല്ല. സ്വീഡനിൽ ജനസംഖ്യ വളരെ കുറവാണ്, ലാൻഡ് കൂടുതലാണ്, ഇവിടുത്തെ കൾച്ചർ രൂപപ്പെട്ടിരിക്കുന്നതും ആ ഒരു രീതിയിലാണ്. പിന്നെ കാലാവസ്ഥ വളരെ ഹാർഡാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ കുറവാണ്. അപ്പോൾ നമ്മളൊരു സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവിടെ പോയിട്ട് സാധനങ്ങൾ മേടിക്കുക, തിരിച്ചു വരിക, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെ എൻ്റർടൈൻമെൻറ്റ് നമ്മൾ തന്നെ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് വളരെ ശൂന്യമായി തോന്നും. പക്ഷേ സ്വീഡനിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ അത് കണ്ടെത്തി നമ്മൾ ചെയ്യണം എന്നേ ഉള്ളൂ. നമുക്ക് ട്രക്കിംഗ് ആണെങ്കിലും സ്കേറ്റിംഗ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളത് കണ്ടെത്തി നമ്മളെ എനർജി ഉപയോഗിച്ച് നമ്മളത് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്ക് സ്വീഡനിൽ ഒന്നുമില്ലാത്ത പോലെ ഫീൽ ചെയ്തേക്കാം. സ്വീഡൻ വളരെ മനോഹരമായിട്ടുള്ള രാജ്യമാണ്, ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് ആരുടെയും ശല്യമില്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു രാജ്യമാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, നമ്മൾ നാട്ടിൽ ഉള്ളതുപോലെ ഏതെങ്കിലും ഒരു സിറ്റിയിലൊക്കെ പോയി ഇന്ന് വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ ആൾക്കാരെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഫീൽ ചെയ്ത് ബോറടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് നമ്മൾ തന്നെ ഇവിടെ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്താൻ കഴിയാത്തവർക്ക് അതൊരു നെഗറ്റീവായി തോന്നും, സ്വീഡൻ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യാം. അടുത്ത പോയിന്റ്, സ്വീഡനിൽ വീട് കിട്ടാൻ വളരെ വളരെ പ്രയാസമാണ്. സ്വീഡനിൽ ഒരുപാട് വീടുകളൊന്നും അവൈലബിൾ ആയിട്ടില്ല. ജനസംഖ്യയ്ക്ക് ആനുപാതികമായ വീടുകളെ ഇവിടെയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള വീടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. നമ്മൾ ഹോം ക്യൂ പോലെയുള്ള വെബ്സൈറ്റിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് വർഷങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പണ്ടൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് വളരെ ഹാർഡാണ്. അപ്പോൾ സ്വീഡനിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം ജോലി കിട്ടാനാണ്. അത് കഴിഞ്ഞാലുള്ള പ്രയാസമുള്ള കാര്യം വീട് കിട്ടാനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ വീട് കിട്ടാൻ നല്ല പ്രയാസമാണ്. പക്ഷേ കിട്ടുന്ന വീടൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വീടായിരിക്കും, നമുക്ക് സാറ്റിസ്ഫൈഡ് ആകും.
പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറേ കാലം വെയിറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ കിട്ടാൻ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊരു നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ലാസ്റ്റ് പോയിന്റ് PR വരാൻ പോകുന്ന മാറ്റങ്ങളാണ്. ഇത് ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല, ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ PR കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സ്വീഡിഷ് ലാംഗ്വേജ് പഠിക്കണം, സ്വീഡിഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന ഒരു റൂള് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ചർച്ചയുണ്ട്. അങ്ങനെ ഒരു പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ കുടിയേറ്റ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് മാത്രമേ വിസ പോലും കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വന്നേക്കാം എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. അപ്പോൾ അത് ഇപ്പോൾ വന്നിട്ടില്ല. ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു കാര്യം വരികയാണെങ്കിൽ അത് നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയേക്കാം. കുറേ നെഗറ്റീവ്സ് കേട്ടില്ലേ, ഇനി പോസിറ്റീവ്സ് ആയിട്ട് പറയാം. നമ്പർ 1, ക്വാളിറ്റി ഓഫ് ലൈഫ്. നമുക്ക് ലോകത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് സ്വീഡനിൽ കിട്ടും. അത് തന്നെയാണ് സ്വീഡനിലെ ഏറ്റവും വലിയ ക്വാളിറ്റി. അത് നമുക്ക് സ്വീഡനിൽ ജീവിച്ച് നമ്മൾ പെട്ടെന്ന് വേറെ ഏതെങ്കിലും രാജ്യത്ത് കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും സ്വീഡൻ്റെ ഒരു വാല്യൂ, ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ സ്വീഡൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി തന്നെയാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പം നമ്പർ 1 ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്പർ 2 വർക്ക് ലൈഫ് ബാലൻസ്. സ്വീഡൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ്. സ്വീഡനിൽ ഞാൻ ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞു, ലാംഗ്വേജ്, ക്ലൈമറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ആൾക്കാർ ഇവിടെ നിൽക്കാനുള്ള കാരണം വർക്ക് ലൈഫ് ബാലൻസ് ആണ്. നമുക്ക് ലോകത്തിൽ ഏറ്റവും നല്ല വർക്ക് ലൈഫ് ബാലൻസ് സ്വീഡനിൽ ലഭിക്കും. പ്രത്യേകിച്ച് മാരീഡ് ആയിട്ടുള്ള കുട്ടികളുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ല വർക്ക് ലൈഫാണ് സ്വീഡൻ നൽകുന്നത്. നമ്മൾ നാട്ടിലൊക്കെ ഉള്ള വർക്ക് ലൈഫ് സ്വീഡൻ വർക്ക് ലൈഫായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നാട്ടിൽ നരകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സുഖമാണ് സ്വീഡനിലെ കമ്പനികളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ കേരളത്തിൽ ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടാവും, കൂടുതൽ സമയം വർക്ക് ചെയ്തുകൊണ്ട് ടെൻഷൻ സഹിക്കാനാവാതെ ആൾക്കാർ മരിച്ചതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വീഡൻ സ്വർഗമാണ് ഈ ഒരു കാര്യത്തിൽ. വളരെ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ് സ്വീഡിഷ് ആൾക്കാർ. വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ടോർച്ചറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓവർ ടൈം വർക്ക് അങ്ങനെ നമ്മളെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കില്ല. പിന്നെ നമ്മളെ ഫാമിലി കഴിഞ്ഞിട്ടേ വർക്കുള്ളൂ. അത് അവർക്കും നമുക്കും എല്ലാവർക്കും ആ രീതിയിൽ തന്നെയാണ് അവർ പരിഗണിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. നമ്മളെ ജീവിതം കഴിഞ്ഞിട്ടേ നമ്മൾ വർക്കിന് നമ്മൾ സമയം കണ്ടെത്തേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ലീവ് എടുക്കാനും എല്ലാ കാര്യത്തിനും കമ്പനിയും ആൾക്കാരും എല്ലാവരും സപ്പോർട്ടീവാണ്. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് ആണ് സ്വീഡൻ്റെ രണ്ടാമത്തെ ഏറ്റവും നല്ല ക്വാളിറ്റി. തേർഡ് പോയിന്റ്, സമാധാനം, പീസ്ഫുൾ. സ്വീഡനിലെ ലൈഫ് വളരെ സമാധാനപരമായ ഒരു ലൈഫാണ്. ഒരുപാട് ബഹളങ്ങളോ ഒച്ചപ്പാടോ തിരക്കോ അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. വളരെ ശാന്തമായിട്ട് നമുക്ക് സമാധാനത്തോടെ നമ്മുടെ കാര്യവും നോക്കി സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും. ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ജീവിതം ഒരുമാതിരി ബോറിംഗ് ആവുന്നുണ്ടോ എന്ന് പോലും ഫീൽ ചെയ്തേക്കാം. കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം കൊണ്ടും നല്ല സുഖമാണ്. ഒരുപാട് സ്ഥലം, ഒരുപാട് പാർക്ക്, ഒരുപാട് സൗകര്യങ്ങൾ, എല്ലാ മേഖലയിലും നല്ല സൗകര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് എനർജി വേണ്ട ജീവിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് എനർജിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, വേറെ വീഡിയോസ് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വീഡൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് ഒരു കാര്യമാണ് സമാധാനപരമായ ജീവിതം. അടുത്ത പോയിന്റ് സേഫ്റ്റിയാണ്. സ്വീഡൻ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അതിപ്പോൾ നമ്മൾ റോഡിൽ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിലും നമുക്കതിൻ്റെ സേഫ്റ്റി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സ്വീഡനിൽ കാണാൻ കഴിയും. സ്വീഡനിലെ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ജീവൻ ഇതിനൊക്കെ വളരെ വലിയ വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും സേഫ്റ്റി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധം, കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ല. ചില മേഖലകളിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളല്ല. അപ്പോൾ ടോട്ടലി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ ലൈഫിൽ മറ്റുള്ളവർ ആരും കയറി വരില്ല. പിന്നെ നമുക്ക് ഏത് സമയത്തും നമുക്ക് പുറത്തൊക്കെ പോകാം. രാത്രിയാണെങ്കിലും സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് വളരെ സേഫായിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ സ്വീഡൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്
സേഫ്റ്റി. അടുത്ത പോയിന്റ് കുട്ടികൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളാണ്. സ്വീഡൻ കുട്ടികൾക്ക് വളരെ വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് ബെനിഫിറ്റും നമുക്ക് സ്വീഡൻ നൽകുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്, പിന്നെ ചൈൽഡ് ബെനിഫിറ്റുകളുണ്ട്. ഗവൺമെൻറ് നമുക്ക് ഫണ്ട് തരും കുട്ടികളുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് 1 വയസ്സ് മുതൽ നമുക്ക് കുട്ടികളെ പ്രീ സ്കൂളിൽ അയക്കാൻ പറ്റും. അതൊക്കെ ഫ്രീ ആണ്. നമുക്ക് പ്രീ സ്കൂളിലൊക്കെ കുട്ടികളെ അയക്കുന്നതൊക്കെ ഫ്രീ ആണ്. സ്കൂളുകളാണെങ്കിലും പാർക്കുകളാണെങ്കിലും എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. കുട്ടികൾക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളെ കാണാം, ഒരുപാട് രക്ഷിതാക്കളെ കാണാം, കുട്ടികളുമായി കളിക്കുന്നത് കാണാം. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും പിന്നെ പാരൻസിന് വേണ്ടിയിട്ടുമാണ് സ്വീഡൻ എന്നുവരെ നമുക്ക് തോന്നിപ്പോകും. അത്രയും സുഖമാണ് ഇവിടെ കുട്ടികൾക്കും പാരൻസിനും. അപ്പോൾ സ്വീഡനിലെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് തന്നെ പറയാം, കുട്ടികൾക്ക് ഇവിടെ പരമ സുഖമാണ്. അടുത്ത പോയിൻ്റാണ് ഗവൺമെൻറ് ബെനിഫിറ്റ്സ് ആൻഡ് വെൽഫെയർ. സ്വീഡൻ ജനങ്ങൾക്ക് വേണ്ടി പണം വാരിക്കൊടുക്കുന്ന ഒരു രാജ്യമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും ബെനിഫിറ്റാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ഇവിടെ പേഴ്സണൽ നമ്പർ ഉണ്ടെങ്കിൽ ഈ ബെനിഫിറ്റ് എല്ലാം നമുക്കും ലഭിക്കുന്നതാണ്. ഇവിടെ ചൈൽഡ് ബെനിഫിറ്റ് ഉണ്ട്. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബെനിഫിറ്റ് കിട്ടും. ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ അവർ ഗവൺമെൻറ് ഇട്ട് തരും. വേറെ പാരൻ്റൽ അലവൻസ് ഉണ്ട്, പിന്നെ പെൻഷനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ്, നമുക്ക് ജോലിയില്ലെങ്കിൽ ജോലിയില്ലാത്തവർക്ക് പണം കൊടുക്കും ഗവൺമെൻറ്. അങ്ങനെ ഒരുപാട് വെൽഫെയർ ബെനിഫിറ്റ് ഉണ്ട്. ഇത് കണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ സ്വീഡനിൽ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ബെനിഫിറ്റ് വെൽഫെയർ ഇവിടുത്തെ ഒരു വലിയ പോസിറ്റീവ് സൈഡാണ്. അടുത്ത പോയിന്റ് വൃത്തി, ഭംഗി. സ്വീഡൻ മനോഹരമായൊരു രാജ്യമാണ്. കാണാൻ ഒരുപാടുണ്ട്. പല സീസണാണ്, പല സീസണിൽ പല രീതിയിലാണ് സ്വീഡൻ്റെ ഒരു ഭംഗി. അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ഫോറസ്റ്റ് ഉണ്ട്, ഒരുപാട് സീ സൈഡുണ്ട്, റിവറുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. പിന്നെ ഇവരുടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ, വീടുകൾ, ഇതൊക്കെ കാണാൻ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ അതുപോലെ ട്രെയിൽസ്, നമുക്ക് കാട്ടിലൂടെ നടക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭംഗിയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ വൃത്തി. സ്വീഡനിൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് വൃത്തിയുള്ള ഏരിയ ആണ്. ഒരു മിനിമം വൃത്തി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. സിറ്റി ആണെങ്കിലും നമ്മൾ കൺട്രി സൈഡിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും നല്ല വൃത്തിയിൽ നല്ല പ്ലാനിങ്ങോട് കൂടി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്, ഗ്രീനറി കാണാൻ കഴിയും. ഓരോ സീസണിൽ ഓരോ രീതിയിൽ ഓരോ ഭംഗിയിൽ വൃത്തിയിൽ നമുക്ക് സ്വീഡനെ ആസ്വദിക്കാൻ കഴിയും. അടുത്ത പോസിറ്റീവ് സൈഡ് സ്വീഡിഷ് പീപ്പിളാണ്. ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഞാൻ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സ്വീഡനിലെ ആൾക്കാർ നല്ല ആൾക്കാരാണ്. നമ്മളോടൊക്കെ പെരുമാറുന്നതൊക്കെ നല്ല രീതിയിലാണ്. റേസിസം പോലെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് സ്വീഡനിൽ 30 വയസ്സിന് മേലെയൊക്കെയുള്ള ആൾക്കാർ വളരെ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്, നമ്മളോട് സംസാരിക്കുന്നതും. പിന്നെ പ്രായമായ ആൾക്കാരൊക്കെ ആണെങ്കിൽ വളരെ നീറ്റായിട്ട് വളരെ പൊളൈറ്റായിട്ട് നമ്മളോട് സംസാരിക്കും, പെരുമാറും, ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിലോ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുള്ളായിട്ട് അവർ പെരുമാറും. പ്രത്യേകിച്ച് ഇവിടെയുള്ള ആൾക്കാർ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും കാണുന്നത് പാരൻസിനെയും കുട്ടികളെയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വീഡിഷ് പീപ്പിളിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് വളരെ സേഫായിട്ട് ഫീൽ ചെയ്യും. അത് ഒരു പോസിറ്റീവ് സൈഡാണ്. അടുത്ത പോസിറ്റീവ് സൈഡ് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. സ്വീഡനിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് നല്ല സർവീസാണ്. നമുക്ക് ഇപ്പോൾ UK ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും നമുക്ക് ഒരു കാറ് മസ്റ്റാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു കാറുണ്ടെങ്കിലാണ് കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ സ്വീഡനിൽ കാറില്ലാതെയും നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. കാരണം അത്രയും നല്ല പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. നമുക്കിവിടെ ട്രാമുണ്ട്, ബസ്സുണ്ട്, ട്രെയിനുണ്ട്, ഫെറി സർവീസുണ്ട്. അങ്ങനെ പല സർവീസുകൾ നമുക്ക് ആശ്രയിക്കാൻ കഴിയും. എല്ലാം നല്ല പ്രോപ്പറായിട്ട് ടൈമിങ്ങിന് നടക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിച്ചു കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയും. പ്രത്യേകിച്ച് സിറ്റിക്കുള്ളിലാണെങ്കിൽ വളരെ വളരെ സുഖമാണ്. പിന്നെ കൺട്രി സൈഡാണെങ്കിലും നമ്മൾ വില്ലേജ് സൈഡിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിലും ട്രാൻസ്പോർട്ട് എണ്ണം കുറയുമെങ്കിലും സർവീസൊക്കെ നല്ല രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വീഡനിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് വലിയൊരു പോസിറ്റീവ് സൈഡാണ്. അടുത്ത പോസിറ്റീവ് സൈഡ് സ്വീഡൻ യൂറോപ്പിൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വീഡൻ യൂറോപ്പിലെ ഒരു രാജ്യമാണ്, സ്കാൻഡിനേവിയൻ കൺട്രിയാണ്. അപ്പോൾ നമുക്ക് സ്വീഡനിലൊരു വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്പിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് രാജ്യങ്ങളിലും നമുക്ക് സഞ്ചരിക്കാം.
നമുക്ക് കാഴ്ചകൾ കാണാം. ഒരുപാട് മനോഹരമായ രാജ്യങ്ങളുണ്ട്. സ്വിറ്റ്സർലാൻഡൊക്കെ ഇതിൽ പെടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് ടൂർ പോകാൻ കഴിയും, വിസിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരു വിസയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഒരു പോസിറ്റീവ് സൈഡാണ്. ലാസ്റ്റ് പോയിന്റ് PR ആൻഡ് സിറ്റിസൺഷിപ്പാണ്. നമ്മൾ സ്വീഡനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 വർഷത്തിന് ശേഷം നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ അതിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ സ്വീഡനിൽ വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സൈഡാണ്. നമുക്ക് ഇവിടുത്തെ PR എടുക്കാം, നമുക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കാം, നമുക്ക് ഇവിടെ പാസ്പോർട്ട് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വാല്യൂ ആണ്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ PR, സിറ്റിസൺഷിപ്പ് ഇത് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് സൈഡാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്വീഡൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്. എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വീഡൻ ജീവിതത്തെപ്പറ്റി ഒരു ചെറിയ ഐഡിയ കിട്ടിയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണാം. താങ്ക് യു. ബൈ ബൈ.